നമസ്കാരം ഫ്രണ്ട്സ്, എന്റെ പേര് രാജേഷ് രവീന്ദ്രൻ. ഈ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കാം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇപ്പൊ ഏകദേശം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കാര്യമെന്നുള്ളത് കുറച്ചെങ്കിലും ഊഹിക്കാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു 3 മാസത്തെ ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അതെന്തെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ ഞാൻ പതിയെ പറഞ്ഞുതരാം. നിങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ഞാനും നല്ലൊരു ഫുഡിയാണ്, ഏറ്റവും നന്നായി ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു ശരാശരി മലയാളിയെ പോലെ അത്യാവശ്യം നല്ലൊരു മടിയുള്ള വ്യക്തിയും കൂടെയാണ്. അതിന്റെ ജോലിയുടെ ഭാഗവും അതിനോടൊപ്പം ഉണ്ട്, ജോലിയുടെ കാര്യങ്ങൾ, അതിന്റെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോ ഇതിനിടയിൽ ഞാൻ മറന്നുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുകയും എന്നാൽ അതിനോടൊപ്പം വ്യായാമം ചെയ്യുകയോ നന്നായിട്ട് ഉറങ്ങുകയോ ചെയ്യാതെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുകയും മടി കൂടി ഉറങ്ങുകയും ചെയ്തപ്പോഴേക്കും എന്റെ ശരീരത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും, ഈ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഈ നെറ്റിയിലും ഈ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് മാർക്കുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ഹെൽത്ത് ഇഷ്യൂസിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന പാടുകളാണ്. അപ്പോ ഞാൻ എന്തായാലും ഇതിനെ അവഗണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴേക്ക് എന്തായാലും ഇപ്പോൾ നോമ്പുകാലം കൂടെ ആയതുകൊണ്ട് ഞാൻ ഇനിയുള്ള സമയം ജിമ്മും മറ്റ് വർക്കൗട്ടും കൃത്യമായിട്ടുള്ള ഭക്ഷണം, അതായത് ചെറിയ ഒരുപാട് നമ്മൾ ഡയറ്റ് ഉൾപ്പെടുത്താതെ നമ്മളാൽ കൊണ്ട് കഴിയുന്ന രീതി ഭക്ഷണക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ വ്യായാമം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അത് താല്പര്യമാണ് എങ്കിൽ, നിങ്ങൾക്കും കൂടെ ഈ ചലഞ്ചിൽ പങ്കെടുക്കുവാൻ താല്പര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നോടൊപ്പം കൂടും. വ്യായാമം ചെയ്യാതെയും കൃത്യമായി നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാതെയും എന്റെ ശരീരാകൃതി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റിലൂടെയും നല്ല വ്യായാമത്തിലൂടെയും നമുക്കിത് നല്ല വടിവത്തൊരു ശരീരമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അതിനുപരി ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ എന്തായാലും ഈ 3 മാസത്തേക്ക് വേറൊന്നും, അതായത് അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഈ 3 മാസം ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈറ്റ് ഷുഗർ, അതായത് മധുരം, ഷുഗർ, അത് 3 മാസത്തേക്ക് ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. അതായത് പഞ്ചസാര പൂർണ്ണമായിട്ടും ഞാൻ ഒഴിവാക്കുന്നു. അതിനോടൊപ്പം തന്നെ മൈദ, ബേക്കറി ഫുഡ്സ്, ഇതും ഞാൻ ഈ 3 മാസ കാലയളവിലേക്ക് കൃത്യമായി ഒഴിവാക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നോമ്പുകാലമായതിനാല് ഞാൻ മാംസാഹാരം എനിക്ക് കഴിക്കാൻ പറ്റില്ല, നോമ്പാണ്. അതുകൊണ്ട് അതിന് പകരമായി നമുക്ക് ഈ മാംസാഹാരം അല്ലാതെ തന്നെ നമുക്ക് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വേറെയുണ്ട്. പനീറുണ്ട്, പിന്നെ വെജിറ്റബിൾസിൽ ബ്രോക്കോളിൻ ഉണ്ട്, നട്ട്സ് ഉണ്ട്, അങ്ങനെ പലവിധ സാധനങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 നേരം കൃത്യമായിട്ടുള്ള ഭക്ഷണവും അതിന് രാവിലത്തെ സമയത്ത് നട്ട്സ്, അതായത് 4 ഈന്തപ്പഴം, 4 അണ്ടിപ്പരിപ്പ്, അതിനോടൊപ്പം 4 ബദാം പരിപ്പ്, ഇത് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് ഒരു കുഞ്ഞു ഷേക്ക്, അതായത് നമ്മുടെ എന്തായാലും പറയാ ഓട്സിൽ മിക്സ് ചെയ്ത് ഒരു ഷേക്ക് ഞാൻ രാവിലെ, അതായിരിക്കും ഞാൻ ഈ 3 മാസ കാലയളവിൽ ഞാൻ ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഇല്ല എങ്കിൽ മാത്രം ഒരു 2 ദോശയോ 3 ദോശയോ അതിനോടൊപ്പം ഞാൻ രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ട് ഞാൻ ഉപയോഗിക്കും. അടുത്തതായി, നമ്മളെപ്പോഴും ഈ നമ്മളെ നല്ലൊരു ശൈലി നമ്മൾ തുടരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും ഉപയോഗമായിട്ടുള്ള കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. പലവിധമായിട്ടുള്ള വെള്ളമുണ്ട്, ഞാൻ പലവിധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ആരോഗ്യം നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ശുദ്ധമായിട്ടുള്ള നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളമോ നല്ല വെള്ളം ഒരു ദിവസം ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ എന്റെ ശാരീരിക തൂക്കം എന്ന് പറയുന്നത് 120 ഗ്രാം, 120 കിലോയും 600 ഗ്രാമുമാണ് ഇപ്പോഴത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം 4-5 ലിറ്റർ വെള്ളം നിലവിൽ ഒരു ദിവസം ഞാൻ കുടിക്കേണ്ടത്. നിങ്ങളും എന്നോടൊപ്പം ഈ ചലഞ്ചിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കൃത്യമായി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനോടൊപ്പം ഉച്ചയ്ക്ക് ഞാൻ രാവിലത്തെ പ്രഭാത ഭക്ഷണം നിങ്ങളടുത്ത് പറഞ്ഞു, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം
ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും റൈസ് പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കുന്നില്ല, ചോറ് ഉപയോഗിക്കാൻ പാടില്ല, എങ്കിലും നമ്മൾ മലയാളികളായതുകൊണ്ട് കുറച്ച് ഒരു പാത്രത്തില് നമ്മൾ 4:1 എന്നുള്ള നിലയ്ക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിൽ 1% മാത്രം, അതിന്റെ ഒരു ഭാഗം മാത്രം ചോറ്, ബാക്കി 3%, ബാക്കി 3/4% വരുന്നത് വെജിറ്റബിൾസ്, വേണമെങ്കിൽ നമുക്ക് പനീർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ വെജീസ്, പിന്നെ എന്തെങ്കിലും സാലഡ്, ഫ്രൂട്ട് സാലഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും ഈ 3 മാസ കാലയളവിൽ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അതായത് വീട്ടിലുള്ള ചിലപ്പോൾ അമരക്ക തോരനായിരിക്കാം, അല്ലെങ്കിൽ ബീൻസ് തോരനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ചീര തോരനായിരിക്കാം. അത് നമുക്ക് നന്നായിട്ടുണ്ട്. ഞാൻ എന്തായാലും വെജിറ്റേറിയൻ ആണ്. കുറച്ച് ഈ 3 മാസ കാലയളവിലത്തേക്ക് മിക്കവാറും വെജിറ്റേറിയൻ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴി നിങ്ങൾക്കും തിരഞ്ഞെടുക്കും. ഇതിനോടൊപ്പം തന്നെ വൈകുന്നേര ടൈം, അതായത് ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും 3 നേരം, ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് ഞാൻ ഫുഡ് കഴിച്ച് നിർത്തുന്നതിലും ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഒരു വൈകുന്നേരം നമ്മളൊരു സന്ധ്യയായി കഴിഞ്ഞ് ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട് ഞാൻ രാത്രിയിലത്തെ ഫുഡ് കഴിച്ച് നിർത്തും. അത് എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ്, അതിനോടൊപ്പം തന്നെ ഒരു 2-3 ചപ്പാത്തി നിലവിൽ. ഇത് ചിലപ്പം 1 മാസം കഴിയുമ്പോൾ ഇതിൽ മാറ്റം വരും. അത് കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ആ സമയം വരെയും ഞാൻ നിലവിൽ ഇത് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി, ഞാൻ ലൈനിൽ വണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഫുഡിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങൾ, ഉറക്കത്തിന്റെ കാര്യത്തിലും പരിമിതമായിട്ടുള്ള പലയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും എന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഈ ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി ഷുഗർ കട്ട് ചെയ്തുകൊണ്ട്, ബേക്കറി ഫുഡ്സ് ഒഴിവാക്കിക്കൊണ്ട്, നല്ല ആഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നമുക്ക് നിലനിർത്തി മുന്നോട്ട്. ഇതുവരെയും നിങ്ങളോട് ഞാൻ ഫുഡ് എങ്ങനെ ക്രമീകരിക്കണമെന്നും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചു. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതിൽ വർക്കൗട്ട് എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. അതിൽ മിനിമം 3 ദിവസമെങ്കിലും ഞാൻ വെയിറ്റ് ട്രെയിനിങ് ജിമ്മിൽ വന്ന് ചെയ്യും. 3 ദിവസമെങ്കിലും, 3 ദിവസം കുറഞ്ഞതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ദിവസവും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. 3 ദിവസം 1.5 മണിക്കൂർ വെയിറ്റ് ട്രെയിനിങ്ങും കാർഡിയോ വർക്കൗട്ടും ഉൾപ്പെടുത്തി ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ എനിക്കിപ്പോ എന്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ജിമ്മിൽ വരാൻ പറ്റിയില്ല. ഞാൻ ലൈനിലാണ്, മറ്റെന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വാക്കിംഗ് കൊടുക്കും. അതായത് 3/4 മണിക്കൂറെങ്കിലും ഞാൻ നടത്തത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ചെയ്യും. അത് നമ്മുടെ ഒരു ദിവസം നമുക്ക് തന്നിട്ടുള്ളതിൽ 24 മണിക്കൂറിൽ 3/4 മണിക്കൂർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിവെക്കാം. അപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫുഡിന്റെ കാര്യം നേരിട്ട് പറഞ്ഞ് ഞാൻ ഏറ്റവും നന്നായി ആസ്വദിച്ചും കൊതിയോടെയും ആഹാരം കഴിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ 3 മാസക്കാലം എനിക്ക് വേണ്ടി എന്റെ നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടാത്തതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുകയാണ്. നിങ്ങൾക്കും ഈ ചലഞ്ചിനോടൊപ്പം പങ്കുചേരാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മെയിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്നൊക്കെ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം. മധുരം, വൈറ്റ് ഷുഗർ, അത് മാത്രം നിങ്ങൾ ഒഴിവാക്കി 1 മാസമെങ്കിലും നിങ്ങൾക്ക് മധുരം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്ന് നോക്കുക. അടുത്ത മാസം 1 മാസം കൊണ്ട് എനിക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളുടെ എന്റെ വെയിറ്റ് സൂചിപ്പിച്ച് 120 കിലോയ്ക്ക് അപ്പുറം എനിക്കിപ്പോ വെയിറ്റ് ഉണ്ട്. ഈ 1 മാസം കൊണ്ട് ഞാൻ ഈ മധുരം ഒഴിവാക്കുന്നതിലൂടെയും ബേക്കറി ഫുഡ്സ് ഒഴിവാക്കുന്നതിലൂടെയും എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ ശരീരത്തിൽ വരുന്നു എന്നുള്ളതും നമുക്ക് കാണാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നേ ദിവസം വരുന്നത് ഫെബ്രുവരി 21, 2026. ഫെബ്രുവരി 21, 2026. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ നിമിഷം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ മെയ് 21, 3 മാസം മെയ് 21 വരെയാണ് നമ്മുടെ ചലഞ്ചിങ് ടൈം വരുന്നത്. ടീം ഏകലവ്യ കുടുംബത്തിൽ ഞാനുണ്ട്. സോ നിങ്ങളും എന്നോടൊപ്പം ഈ ചലഞ്ചിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യവും ഓക്കെ ആക്കുക. ഓക്കെ അല്ലേ?